ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. അതായത് ഞാൻ പുതിയതായിട്ടൊരു എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഇടയ്ക്കായിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങിയിരിക്കുന്നത് പേജിയൻ്റെ ആണ് കേട്ടോ. 1400 വോൾട്ട് വരുന്നത്. പിന്നെ 4.2 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓഫർ പ്രൈസിലാണ് ഞാൻ വാങ്ങിയത്. 3400 രൂപ അടുപ്പിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു റേറ്റിൽ ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പർപ്പിൾ കളർ എങ്ങാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ മാനുവലും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതി വാങ്ങിയത്. കാരണം ഓഫറിലും കൂടെ കിടക്കുന്നതുകൊണ്ടേ. പിന്നെ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൽ പിന്നെ ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും ഓയിൽ ഒട്ടും ഇല്ലാതൊക്കെ തന്നെ ഗ്രില്ല് ചെയ്യാനും ചിക്കൻ ഫ്രൈ ചെയ്യാനും അതുപോലെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഉപയോഗിക്കാമല്ലോ. അപ്പം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കേട്ടോ. അതിനുള്ള ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഇവിടെ റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടറ്റോയിൽ ആദ്യം കുറച്ച് ഉപ്പിട്ട് പുരട്ടി വെക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങുകയാണെങ്കിൽ ഇതിലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ഒരു വട്ടം റെഡിമെയ്ഡ് ഫ്രൈസ് വാങ്ങി ഫ്രൈ ചെയ്ത് നോക്കി. സ്മൈലീസും നോക്കി കിഡിലായിട്ട് ക്രിസ്പി ആയിട്ട് വന്നായിരുന്നു കേട്ടോ. ഫ്രയറിൽ ചിക്കൻ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് രണ്ടും പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് സാധനം പറയാം. ഇത് പിജിയോണിൻ്റെ എയർ ഫ്രയർ ആണ്. അത് 1400 വാട്ട്സിൻ്റെ ഉണ്ട്. പിന്നെ 1200 വാട്ട്സിൻ്റെ ഉണ്ട്. പക്ഷേ അതത്ര ടെമ്പറേച്ചർ അത്ര ഹൈ ആണത്തില്ലായിരിക്കും. 1400 വാട്ട്സ് മേടിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എല്ലാ യൂസിനും ഡീഫ്രോസ്റ്റും എല്ലാം വരുന്ന ഓപ്ഷൻ 1400 വാട്ട്സിൻ്റെ. അപ്പോൾ അത് വാങ്ങിയാൽ മതി. വേറെ കമ്പനിയുടെ ഒക്കെ ഉണ്ട്. ഉഷയുണ്ട്, ഫിലിപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നല്ല ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പിജിയോണിൻ്റെ തന്നെ വാങ്ങിയത്. ഈ ഒരു ബീഡിങ് ഒക്കെ വരുന്നത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. അപ്പം ഇത്രയും മെനു ഉണ്ട്. ഇതിപ്പോൾ ഓണ്. അപ്പോൾ ടച്ച് ഡിസ്പ്ലേ ആണ്. ഇത് ടെമ്പറേച്ചർ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഇത് ടൈമർ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതെന്തോ സാധനം, കുക്കിംഗ് ടൈമിംഗ് ആണെന്ന് തോന്നുന്നു, ടൈമറാണെന്ന് തോന്നുന്നു. ടൈമർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കേട്ടോ ഇത്. പിന്നെ ഇത് ഡീഫ്രോസ്റ്റിൻ്റെ. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മെനു. ഫ്രഞ്ച് ഫ്രൈസ്, ഗ്രില്ല്, പിസയാണോ അത്? അല്ല, അത് വേറെന്തോ സംഭവമാണല്ലോ. സമൂസ. ഇതെന്തോ എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു വെജിറ്റബിൾസ് മറ്റേ ചെറുതായിട്ടൊന്ന് ഫ്രൈ പോലെ ചെയ്തെടുക്കുമല്ലോ. ഇത് പിസയൊക്കെ പറ്റൂട്ടോ. ഇത് എന്തോന്ന് അറിയാം, നൂഡിൽസ് ആണോ? നൂഡിൽസ് ആയിരിക്കാം. ഇത് കേക്കിന്റെ മറ്റേതെന്തോ പഴോ? എനിക്ക് തോന്നുന്നത് മറ്റേ അല്ലല്ല, ഏത്തക്ക പുഴുങ്ങൂല്ലോ. പുഴുങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞങ്ങള് പറയുന്നത് കൊട്ടത്തരാ അതൊന്നും അറിയത്തില്ല. ഏത്തക്കയുടെ മുമ്പിലൊക്കെ കാണിച്ചേക്കണ്ടേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഞങ്ങൾ ഇതൊന്നും കണ്ടില്ല. കാരണം ആ മാനുവലിലും ഇതെന്താന്ന് എഴുതിയിട്ടില്ല. ഡിസ്പ്ലേയില് ഡിഗ്രി സെൽഷ്യസും മിനിറ്റ് ഒക്കെ കാണിക്കുന്നത്. ഇത് മെനു സെലക്ട് ചെയ്യുന്നത് ഓരോന്ന്. അപ്പോൾ ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് നോക്കാം. പ്രീ ഹീറ്റിന്റെ ആവശ്യമില്ല. ഇത് ടൈമർ സെറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾ ആദ്യമായിട്ടല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എഴുതി. ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും, കട്ട് ഓഫ് ആവും. തിരിച്ചിടുമ്പോൾ അത് ഓൺ ആവും. ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വളരെ കുറച്ചായിട്ടോ എടുത്തിരിക്കുന്നത്. ഇവിടെ ഉള്ളത് അങ്ങ് എടുത്തതാണേ. അതിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ഉപ്പിട്ട് ഫ്രഞ്ച് ഫ്രൈസ് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രൈ ഇതാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഇതാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് എങ്ങനെ വരും എന്നൊന്ന് നോക്കാവേ. പറഞ്ഞോ. ഇത് നമ്മൾ ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തുടയ്ക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പുതിയ ഇതല്ലേ, നമ്മൾ നല്ല പ്ലാസ്റ്റിക് ഉരുക്കി കണക്കത്തെ സ്മെല്ല്. സ്മെല്ല് അത് പ്ലാസ്റ്റിക് ഉരുക്കിൻ്റെ സ്മെല്ലല്ല, പുതിയ സാധനമല്ലേ. നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ പൗഡർ കോട്ടിങ് ഒക്കെ അല്ലേ വരുന്നത്. ഔട്ടറിലുള്ള ഇതൊക്കെ അങ്ങ് പോകും, മനസ്സിലായി. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് തുടച്ച് നല്ല വൃത്തിക്ക് തുടച്ചിട്ട് പിന്നെ യൂസ് ചെയ്താൽ മതി. നാരുവിന് പിന്നെ ഇതിനെ പറ്റിയൊക്കെ ക്ലിയർ ആയിട്ട് അറിയായിരിക്കും. കാരണം നാരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ കിച്ചൺ എക്യുപ്മെന്റ്സ് ഇല്ലേ, അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളുടെയൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് അറിയാം. അപ്പം നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടാലോ? അല്ല, ഉരുളക്കിഴങ്ങ് ഇട്ടാലോ? അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് നാരു എല്ലാം ഉപ്പ് വരട്ടി വെച്ചേക്കാണ് കേട്ടോ. അപ്പം നാരു തന്നെ ഐശ്വര്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിലോട്ട് തുടങ്ങാം. ഇതെങ്ങനെ ഇടണ്ടേ?
അത് തുറന്നിട്ടിട്ട് ടൈം സെറ്റ് ചെയ്താൽ മതിയായിരിക്കും. ആ നേരത്തെ അല്ലല്ല, അയ്യോ അതിന് മുമ്പേ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്യും, ഇല്ലെങ്കിൽ ഒട്ടി പിടിക്കും. ആ മേളിൽ ഇരിക്കുന്ന ഇത് ഇത് ഒലിവ് ഓയിലാട്ടോ. ഞാനില്ല ഡയറ്റ് ആയിരുന്നപ്പം അതിന് വേണ്ടി എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ സ്പ്രേ ചെയ്തു. ഓക്കെ, ചുമ്മാ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്തോ. മതി മതി. അപ്പം എന്നിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഇതിലിട്ട് നോക്കാവേ. വേണ്ട വേണ്ട, അതിൽ മതിയാവും. ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇട്ടതല്ലേ. ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്കെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രൈസിന് എത്ര ടൈമാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു അയ്യോ ദാണ്ടേ പാപ്പുച്ച പുതിയൊരു സാധനം വന്നോണ്ട് എന്താണെന്നറിയാനാണ് കേട്ടോ ഈ പാപ്പു നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഈ പുതിയ സാധനം? സ്റ്റാർട്ട് ചെയ്തോ. ഫ്രഞ്ച് ഫ്രൈസ് ഓപ്ഷൻ കൊടുത്തേ. ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇത് മെനു സെലക്ട് ചെയ്യുമ്പോൾ ഇത് മാറി മാറിയിരിക്കും. 14 മിനിറ്റ് ആട്ടോ കാണിക്കുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പം നമുക്ക് ഒരു 7 മിനിറ്റ് ഒക്കെ ആകുമ്പം ഒന്നെടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കനിൽ മസാല ഇട്ടാലോ? ചെയ്യോ? ആര് ചെയ്യോ എടുക്കുന്നത്? അല്ല മസാല ഇടുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വെച്ച് ഇത് ഭയങ്കര സംഭവം കിടക്കുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് മസാല ഇടാവേ. ഇതിൽ പ്രത്യേകിച്ച് മസാല ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാവേ. ഞങ്ങൾ വെറും ഒരു റാൻഡം ആയിട്ടൊരു മസാല ഇടുന്നതേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ കേട്ടോ. കൂടുതൽ മുളക് പൊടി വേണ്ടേ. കുരുമുളക് പൊടി ഉണ്ട്. കുരുമുളക് പൊടി വേണം. മുളക് പൊടി 1.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇത്തിരി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് മറ്റേ ചില്ലി ഫ്ലെക്സ് അതിടാം. എന്നിട്ട് ഇത് നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ, അതും കുറച്ചിട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇത് റെഡിമെയ്ഡ് വാങ്ങുന്നതാണ് കേട്ടോ. ഞാൻ നോർമൽ ഇഞ്ചി കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് അടിച്ചരച്ച പേസ്റ്റാക്കി വെക്കാൻ പോകില്ല ഇവിടെ ആൾക്കാർ. പിന്നെ ദേ ഒരു അടപ്പ് നിറച്ച് വിനാഗിരിയാണ് കേട്ടോ. അത് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിൻ ഒരു സാധനം ഇട്ടില്ല, എന്തുവാ? ഉപ്പ്. അതിപ്പോ കണ്ടു കേട്ടോ, അതുകൊണ്ടാ പറയുന്നത്. അപ്പൊ ആ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. 11 എത്തി. നമുക്ക് ഒരു 7-ആകുമ്പോഴത്തേക്കും നമുക്ക് അത് അടുത്തൊന്ന് ഇളക്കാം. ഇതൊന്ന് പെരട്ടി നോക്കിയിട്ട് മസാല എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. കുറച്ചും കൂടെ മുളക് പൊടിയാണോ? ഇച്ചിരി കൂടി ഇട്ടു. ഇത് ആ വെള്ളം ഇറങ്ങുന്നുണ്ട് ചിക്കനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇത്തിരി കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. തൈര് കുറച്ച് ചേർക്കാണ്. തൈര് ഉണ്ടോ നോക്കട്ടെ, നോക്കി. കുറച്ച് തൈര്. തൈര് എന്തിനാ ചേർക്കുന്നത്? തൈരും സോഫ്റ്റ് ആവാൻ നല്ലതാ ചിക്കൻ. മാത്രമല്ല ചെറിയ ഒരു ജ്യൂസി ആയിട്ട് കിട്ടും. അതാകുമ്പോൾ അതിൽ വെന്ത് വരുമ്പം ചിക്കൻ്റെ ഉള്ളിൽ കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കും, സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിനാണ് കേട്ടോ തൈര് ചേർക്കുന്നത്. ചില്ലി ഫ്ലെക്സ് അത് ചേർക്കണം. അത് ലാസ്റ്റ് നമ്മൾ തിരിച്ചിടത്തില്ലേ, തിരിച്ചിടുന്ന ടൈമിൽ ഇത്തിരി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒരു സൈഡ് വെന്ത് അതിൽ പടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേണ്ട, റിസ്ക് എടുക്കുന്നില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ അല്ലേ, അതുകൊണ്ട് ഇത് തന്നെ എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. കുറച്ചും കൂടെ മുളക് പൊടി വേണോ? ഇത് പോരെ? ഞാനൊരു ഗ്രിൽ എഫക്റ്റ് എടുക്കാന്നാ കരുതി. അല്ല, എന്നാ കുറച്ചും കൂടി ഇടാം. കുറച്ചും കൂടെ നമുക്ക് മുളക് പൊടി ഒന്നിട്ട് കൊടുക്കാവേ. ഉപ്പ് ഇച്ചിരി കുറവുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കട്ടെ. നോക്കി ചേർക്കണം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് ഒരു 10-15 മിനിറ്റ് അല്ലേ സമയമുള്ളൂ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിടാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് പുരട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. 7 മിനിറ്റ്. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ എടുത്തൊന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ.
അടിയിൽ പിടിക്കുന്നുണ്ടല്ലേ? അതാ ഈർപ്പം ഇരിക്കുന്നുണ്ടേ ആ പറ്റിയിരിക്കും, മനസ്സിലായേ? പക്ഷേ ഓയിൽ കഴിച്ചത് കാര്യമായിട്ടാ. അതെ, പിന്നെ നമ്മൾ ഫസ്റ്റ് യൂസും കൂടെ അല്ലേ, നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇതാ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചു വെക്കാവേ. ആ പെട്ടെന്ന് ആവുന്നുണ്ടല്ലേ? നല്ല പെട്ടെന്ന്. പതിരിടിച്ച് പൊളിച്ചാൽ ഇതിന് എത്ര മിനിറ്റാ? 7 മിനിറ്റ്. ആ ഇനി 7 മിനിറ്റും കൂടെ വേണ്ട. ഓക്കെ, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ശരി, ഒന്ന് കരിഞ്ഞു പോയി. ഒന്ന് ഓവർ ഫ്രൈ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു അത്രയും ടൈം വേണ്ട. അത്രയും ടൈം, പക്ഷെ ഇതായിരിക്കും ചിലപ്പോൾ ഉള്ളു വേവില്ല. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം. എന്നാലും സംഭവം സെറ്റാണല്ലേ. നമ്മളൊരു കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്തതേ ഉള്ളൂ, അതിൽ തന്നെ അത് ഇത് റെഡിയായി. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ചൂടാറണ്ടേ? ചൂടാറി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് മാറ്റിക്കോ, ഇതിലോട്ടാക്കിക്കോ. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇത്തിരി കൂടെ ഒരു ബ്രൗൺ കളറായിട്ട് കാണുന്നുണ്ട്, അത്ര ആയിട്ടില്ല കേട്ടോ. ആ എന്നാലും സംഭവം സെറ്റാന്ന് തോന്നുന്നല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് ഇനി ഇടാം. അപ്പം ഞാൻ ആദ്യം കുറച്ചൊരു ഓയിൽ ഒന്ന്, ഇത് ഒലിവ് ഓയിലാട്ടോ, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് പറക്കി ഒന്ന് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഇതൊന്ന് ആക്കിയിട്ട് വെച്ചിട്ട് കഴിക്കാം. ഇത്രേ കൊള്ളൂ, അതുപോലെ ഇടുക്കി വെക്കണോ? ഇടുക്കി വെക്കുന്നില്ല. അപ്പോൾ ദേ ഇത് നമ്മളിതേ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളത് ഒരു പീസും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അത് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഒന്നും കൂടെ ചുരുങ്ങുമല്ലോ. എന്നിട്ട് ഇതിൽ ജസ്റ്റ് കുറച്ചൊരു ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു അരപ്പില്ലേ ബാക്കി വന്നത്, ഇത് കളയരുത് കേട്ടോ. ഇത് നമുക്ക് ഈ ചിക്കൻ തിരിച്ചിടുമ്പോൾ ആവശ്യമുണ്ട്, അത് ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് വെക്കാം. അപ്പോൾ ഇത് ദേ വെക്കാൻ പോവുകയാണേ നാരു. ചിക്കൻ ഓപ്ഷൻ ഉണ്ടോ? ഗ്രില്ലിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. ഇതിൽ ഞങ്ങൾക്ക് ഈ കിടക്കുന്ന സംഭവങ്ങളൊന്നും എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ആ മാനുവലിൽ അതൊന്നും എഴുതിയിട്ടുമില്ല. അപ്പം ഇതാവട്ടെ, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ടേസ്റ്റ് ചെയ്താലോ. അപ്പോൾ ദേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു കളർ വന്നിരിക്കുന്നത്. ആ ഒരു ബ്രൗൺ കണ്ടില്ലേ, ആ ഒരു രീതിയാണ്. ഇപ്പം 4 പേരുടെ അടുത്ത് നേരത്തെ തിന്ന് നോക്കി. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഉള്ളു വേവണമെങ്കിൽ ഈ ഒരു കളർ വേണം കേട്ടോ. അപ്പോഴേ ഉള്ളു വേണ്ടല്ലേ. അത് എയർ ഫ്രയർ ആയതുകൊണ്ട് ഈ ഒരു ഔട്ടർ സ്കിൻ വന്നിട്ട് ഇത്രയും ഇതാവുന്നത്. എയർ ഫ്രയർ ആയതുകൊണ്ട് അത് എല്ലാ എയർ ഫ്രയറിലും അങ്ങനെ തന്നെ വരുന്നത്. അകം വേകുമ്പോഴത്തേക്കും ഇത് ഈ പരിവാകും. അത് അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് എഴുതും. അത് വേറെ ഒന്നുമല്ല, ഞാനൊരു മേക്കപ്പ് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ ഒന്ന് വിയർത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാനും ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്. ഓ അടിപൊളിയല്ലേ. അത്ര ക്രിസ്പി അല്ല ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് സെറ്റ് സാധനം. പക്ഷെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഉരുളക്കിഴങ്ങ് പറ്റൂല. പക്ഷെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇപ്പൊ നാരു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മറ്റേ ഇത് ചെയ്യാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ, എണ്ണയില്ലാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒന്നും കൺട്രോൾ ആവുന്നില്ല. അങ്ങനെ കൺട്രോൾ ആവുകയാണെങ്കിൽ വെളിയിൽ പോയി ഓയിലി ഫുഡും ഈ അജിനോമോട്ടൊക്കെ ചേർത്ത് കഴിക്കുക, സോഡാപ്പൊടിയൊക്കെ മേടിച്ച് കഴിക്കുന്നതിന് നല്ലത് ഇതുണ്ടെങ്കിൽ സാധനത്തൊക്കെ മേടിച്ച് ഫ്രൈയും ചെയ്ത് കഴിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ക്രിസ്പി അല്ല കേട്ടോ സംഭവം. ക്രിസ്പി എന്ന് ഈ ഒരു ഇതേ ഉള്ളൂ, ഭയങ്കര ക്രിസ്പി ഒന്നുമല്ല. ഇതിപ്പോ നമ്മളിതാ അകത്ത് എയറൊക്കെ കയറിക്കണ്ട, ഔട്ടർ വന്നിട്ട് ഡ്രൈ ആയിട്ട് ഒരു ഗ്രില്ലിന്റെ ടേസ്റ്റ്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വേറൊരു ടേസ്റ്റ്. ഇത് ഓക്കെ. ഇത്രയും തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ട് വരും തോന്നുന്നു. ഓക്കെ, ഇച്ചിരി കട്ടിയായിട്ട് ചെയ്തോണ്ടാ മറ്റേ കട്ടിയുള്ളതല്ല. അപ്പൊ അങ്ങനെ നോക്കാം. നമുക്ക് അടുത്ത ഫ്രൈ ആവുന്നുണ്ട്, എന്നിട്ട് ഫ്രൈയും കൂടെ നോക്കാം കേട്ടോ. ഇനിയിപ്പോ ഓരോ വീഡിയോ ചെയ്ത് ഞാൻ തകർക്കും. അപ്പൊ ഇത് കഴിക്കട്ടെ. ആ ഒരു ഇതായിട്ടുണ്ടോ, ഒന്ന് തിരിച്ചിടാം. ഒന്നുകൂടെ കൂട്ടിയിടാൻ തോന്നല്ലേ ഡിഗ്രി ടെമ്പറേച്ചർ. ഓ എയർ ഫ്രയർ എന്ന് പറയുമ്പോൾ ഈ മേളത്തെ സംഭവമാണല്ലേ. മേളിൽ മാത്രമേ കോയിലുള്ളൂ. ഓ വെന്തിട്ടുണ്ട് കേട്ടോ. അതെ കണ്ടില്ലേ പൊളിഞ്ഞു വന്നത്. നമ്മുടെ ഈ ഒരു അരപ്പ് ബാക്കിയുള്ളതില്ലേ, അത് ജസ്റ്റ് ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ പിടിക്കാൻ? ആ
നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടാനാണ്. അപ്പോൾ ദേ നമ്മൾ തിരിച്ചിട്ടിട്ട് ആ മസാല ഇട്ടിട്ട് ദേ വെക്കുകയാണേ. ഇനിയിപ്പോൾ നമുക്ക് ആ 200 ഡിഗ്രിയിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 180 അല്ലായിരുന്നു. ആ ടൈം സെറ്റ് ചെയ്തായിരുന്നോ? ടൈം അത് നോക്കാം, നമുക്ക് നോക്കിയിട്ട് പിന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നു. ഓ പൊളിച്ച് ഒന്ന് എടുത്തേ. പയ്യെ ഉടയും. ആവാനുണ്ട്, തിരിച്ചൊന്നും കൂടി ഇട്ടിട്ടെ. ആ അതായത് നമ്മളിപ്പോഴല്ലേ 200 ഡിഗ്രി ആയിട്ടോ കറക്റ്റ് ആയത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടാം. ഞാൻ തിരിക്കാം. ഇപ്പം ഇപ്പുറത്തെ സൈഡേ നമ്മളന്ന് ആയിട്ടില്ലായിരുന്നല്ലോ. ഇതൊരെണ്ണമായിരുന്നു, ഇതെങ്ങനെ എടുക്കട്ടെ? ഓക്കെ. അപ്പൊ നമ്മുടെ റെഡി ആയി. ആയിട്ടോ. ഇത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആ സത്യമല്ലേ? ഓ കൊള്ളാല്ലേ? ഒരു ഓയിലും ഇല്ല. ഓയിൽ നമ്മൾ ഒരു നുള്ളു ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒലിവ് ഓയിൽ. ഇനി ഡയറ്റിന് വിധവിധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. കനക കോളടിച്ച്. എനിക്ക് നോൺ വെജ് ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പൊ താണ്ടേ ഇത് കഴിവ്. പക്ഷേ ഇത് കഴിവുന്നത് ഒരു ടാസ്കാണ്. ക്ലിപ്പാ, അത് വലിച്ചാൽ അത് ഊരി വരും കേട്ടോ. കഴിവുള്ളപ്പോ ഉണങ്ങണതാ. ഇവിടെ ഒരാൾ മണം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ആടാ പൊന്നെ. തുടങ്ങുകയായി. ഇത് ഉച്ചയ്ക്ക് വെച്ച് ചിക്കൻ കറി ചൂടാക്കിയതാണ് കേട്ടോ. അപ്പം ആരും എടുത്തേക്ക് മറ്റേ റൊമാലി റൊട്ടി ഉണ്ടല്ലോ, വീറ്റിൻ്റെ തന്നെയാണല്ലേ റൊമാലി? അല്ല ഗോതമ്പും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അച്ഛേ മൈദയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതാണ് നാരു എടുത്തിരിക്കുന്നത്. നമ്മുടെ കറി അങ്ങോട്ട് ഒഴിക്കുക. ചിക്കൻ കറി, റൊമാലി റൊട്ടി ഫ്രൈ. നോക്കി എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാവോ? എല്ലാവരും ട്രൈ ചെയ്തോ. സൂപ്പർ സാധനം. എണ്ണയിലിട്ട് പൊരിക്കുന്ന ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നല്ല സൂപ്പർ ജ്യൂസി ആയിട്ടിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾക്കൊന്നും തോന്നരുത്, ഇത് ഇത്തിരി പഴയ വീടാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം സൂപ്പർ ടേസ്റ്റ്. നല്ല ബാക്കി ഇരിക്കുന്നത് വൈനാണ് കേട്ടോ. നിങ്ങൾ മറ്റേ ബിയറാ അല്ല എന്ത് പറയണേ, റമ്മാണെന്നൊന്നും കരുതല്ലേ. അന്ന് ക്രിസ്മസിന് വാങ്ങിയ വൈനാണ്. ഇതുവരെ അത് തീർന്നിട്ടില്ല. നമ്മളെ കൺവത്ത് മെഷീനുണ്ട്, വലിയ ഓവന, അതിലൊക്കെ ഫ്രൈ ചെയ്ത ചിക്കൻ കണക്കുണ്ട്. സൂപ്പർ. അപ്പോൾ ഞാൻ കൂടെ ഇത് കഴിക്കട്ടെ കേട്ടോ. ഇതാണ് സംഭവം. ഞാൻ കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്ക് കൂടി ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഇത് എയർ ഫ്രയർ ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാം. പിന്നെ കണ്ടുപിടി ഇത്തിരി നന്നായിട്ടാവും കേട്ടോ. ഒരു 40 മിനിറ്റ് അടുപ്പിച്ചായിരുന്നു ഈ ഒരു ചിക്കൻ ഫ്രൈ ആവാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.